സോറി മാഷ, ഇനി തെറ്റിക്കൂല. മാഷ ഉമ്മ എന്താ ഉമ്മ? ഇല്ല, ഇവിടെ എപ്പോഴാ ചായ പറഞ്ഞ്? ഞാനും അമ്മ ഇത് 9 മണി ഇപ്പം വേണ്ട. അല്ല, എനിക്ക് ദിവസവും പുലർച്ചെ 4 മണിക്കൊരു ചായ കുടിക്കണം പതിവുണ്ട്. 4 മണിക്കോ? എന്തേ ഇറങ്ങൂലേ? അല്ല, അപ്പൊ പാല് പാല് പോയി വാങ്ങിക്കൊണ്ടു വാ. ഈ സമയത്ത് പശു കൂടി എണ്ണീട്ടുണ്ടാവില്ല. ഈ പശുവിനെ എണ്ണിപ്പിച്ച് കറന്നു കൊണ്ടടാ. ഒരു മടിയനുണ്ടോ ഇങ്ങനെ? അല്ല, ഈ തള്ളക്ക് എന്താ ഭ്രാന്തുണ്ടോ? വന്ന് ഹമീദേ, അല്ലല്ല സ്വിച്ച് കിടപ്പുണ്ടോ? ഹമീദേ, ഇങ്ങോട്ട് എണീക്ക്. എന്ന് ഇങ്ങനെയാണോ നേരെ വെളിച്ചാണ് വരെ കിടന്നുറങ്ങണത്? അങ്ങോട്ട് നോക്ക്. പള്ളിയിൽ പോക്ക് നിസ്കാരമൊന്നും ഇല്ലേ? ചോദിക്കാനും പറയാനും ആരില്ലാത്തൊരു കുറവുണ്ട് ഈ വീട്ടില്. എല്ലാം ഉസാറാക്കണം. എനിക്ക് എണ്ണയും പുരട്ടൂല. മുടുക്ക ഈ റെഡി ആക്കിയാ? കളറ് കണ്ട നല്ല രസമുണ്ട്. അടിപൊളിയില്ലേ? റബ്ബേ, ഇതന്നെടാ ചായ? അല്ല, നീ ചോറും കറിക്ക് ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു അതിനനുസരിച്ച് ഉണ്ടാക്കാം. ഇപ്പോഴേ വേണ്ടോ? അനക്ക് ചോറും കറിയും മാത്രല്ല, ബിരിയാണി ഉണ്ടാക്കുന്നത്, കോഴിക്കറി വെക്കുന്നത്, അടിക്കണത്, തുടക്കണത് എല്ലാം ഞാൻ പഠിപ്പിച്ചു തരും. ഇനി അതല്ല എന്റെ പണി. എന്തേ തള്ള തെങ്ങിന്റെ മോളും കേടു. എങ്ങോട്ടാ പോണേ? ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടില്. വണ്ടി നിർത്ത്. ഓഫ് ചെയ്യടാ. ഇങ്ങോട്ട് വാ. എവിടെയാ പോണേ? ഡാൻസ് റിഹേഴ്സൽ. എന്തിന്? ഇത്രയും പണിയുടെ കിടക്കുമ്പോ അനക്ക് തുള്ളണ? എന്നോട് ചോദിക്കാണ്ട് ഈ പണിക്ക് പുറത്തിറങ്ങിയ കൊന്നോളാം ഞാൻ. വാങ്ങട് വരാൻ. ഭാവിയിൽ മൈക്കൽ ജാക്സൺ ആവണമെന്ന് എന്റെ ആഗ്രഹം. ഉരുളിയും വാർപ്പും ചെമ്പും ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. നല്ലോണം കഴുകി എടുത്ത് വെക്ക്. വൈകുന്നേരം പ്രാക്ടീസ് വരണേ. കുറച്ച് നാള് തുള്ളലും തീറ്റയായിട്ട് നടന്നില്ല. ഇനി കുറച്ച് അധ്വാനിക്കട്ടെ. മിണ്ടാണ്ടിരുന്നോണം. നടക്ക്. ഓരോ എണ്ണം കറുത്ത കണ്ണാടി ഇട്ട് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്ത. അങ്ങനെ ഒരു കലാകാരൻ കൂടി നാം ആവശ്യം. ഓ, നന്നായി എന്ന് പറയടോ. അൺസൈക്കബിൾ. അല്ലാണ്ട് ഓനെ എങ്ങനെ ജീവിക്കാനാ? സിംല ടൈലേഴ്സ് കൊള്ളാലോ. ഉമ്മയ്ക്ക് കുറച്ച് ഉടുപ്പ് എടുക്കണം. അയ്യോ, തേങ്ങയ്ക്ക് നോവൂടാ. അങ്ങനെ വന്ന ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു. ഇതെന്താ മോനിത്? ഉമ്മയ്ക്ക് കുറച്ച് സാരി വെക്കാം. അനക്കൊന്നും ഇല്ലട്ടാ, ഇത് എനക്കാണ്. പോയി പണിയെടുക്ക്. ഓന് വാങ്ങാത്തിന്റെ കുശുമ്പ് കണ്ട. അയ്യോ, തേങ്ങ കൊല്ലല്ലടാ. അത് വേഗം തീർത്തിട്ടേ അടുത്ത പണി അപ്പത്തരാം. നിങ്ങളിങ്ങനെ ഊരിറ്റി നടന്നോളി. ഇവിടെ നടക്കുന്ന എന്റെ കാര്യം അറിയണ്ടെങ്കിൽ എന്താക്കാനുണ്ട്? ഞാൻ കേട്ടു വന്നെന്നുള്ളത്. ആളെങ്ങനെ വന്നത്? ബെസ്റ്റ് ആളാ. വെറുതെ അല്ല ഇതിരിക്ക് അവര് ഒഴിവാക്കിണ്ടാവും. നേരോ? പിന്നെ അല്ല. ഹംസക്ക, നിങ്ങൾ വരാൻ കാത്തിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ല എന്റെ ഉമ്മയായിരിക്കും. വിളിക്കട്ടെ? വിളി. ഉമ്മ വെറും പാവാണ്. എന്താ മോനെ? ഹംസക്ക വാപ്പാന്റെ ഏറ്റെടുത്ത ചങ്ങായാണ്. ഇവനമാര് പണിക്കാരൻ ചങ്ങായതാണ്. അല്ല, ഞാനിവിടെ ഇങ്ങനെ കുറച്ച് ബിസിനസ്സും കൃഷിയൊക്കെ ആയിട്ട് ഐതറിന്റെ പഴയ ചങ്ങാതിയാണ്. ഐതർ ഇങ്ങനെ ഒരു ചങ്ങാനെ പറ്റി പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അല്ല, എല്ലാ കാര്യം ഇപ്പൊ പെണ്ണുങ്ങളോട് പറയണമെന്നില്ലല്ലോ. അനക്കണ്ട അറിയുന്നേ. മുണ്ടാടുത്താണോ അവിടെ? ഉമ്മ ഏതായാലും എൻ്റെ ഉമ്മ വന്ന സ്ഥിതിക്ക് നമുക്ക് മൊയ്തീൻ്റെ അടുത്ത് ആ നിക്കാഹിന്റെ കാര്യം മുന്നോട്ട് നീക്കാലോ? നീക്കാം. ഏത്? ഞങ്ങൾ അമീദിന് വേണ്ടി ഒരു പെണ്ണ് കണ്ടിരുന്നില്ല, അത് മുടങ്ങിപ്പോയി. എങ്ങനെ മുടങ്ങാണ്ടിരിക്കും? നിങ്ങളൊക്കെ അല്ലേ പോയത്? ഇനിയിപ്പോ ആരും പോണ്ട. ഓന്റെ കൂടെ ഞാൻ പോകുന്നുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അല്ല മീത ഹംസക്ക, അല്ല എന്ത് വർത്താനം പറയുന്നു? ശരി മോനെ. ഹംസക്ക, ഞാനും വരങ്ങളും. ഇവിടെ ഈ എവിടെ പോണ്? ആ കോഴിക്കോട് വൃത്തിയാക്ക്. നാറ്റടിച്ചിട്ട് പാടില്ല. ഇവിടെ പോടാ. അമിതേ, വെയിലത്ത് പോണ്ട കറുക്കും. അല്ല ഹമീദേ, വാപ്പ മയ്യത്താവണേന് മുമ്പേ നീ ഓരോട് ചോദിച്ചില്ലേ നിക്കാനെ പറ്റി? പിന്നെ എത്ര വശം. എന്നിട്ട് എന്തു പറഞ്ഞ്? പൂവേ നീ തേടുവതെന്തിന് കാറ്റിനെ, മുഹബത്തിൻ മണമുള്ള അത്തറുമായി അവൾ വരും, നിന്നെ പുൽകാൻ നിന്നിൽ സുഗന്ധം നിറയ്ക്കാൻ. എന്ത് ഭാഷയാണ്? ഒന്നും മനസ്സിലായില്ലല്ലോ? ഇല്ല. എനിക്കും ഒന്നും മനസ്സിലാവാറില്ല. എന്താണ്ടാ BA മലയാളല്ലേ? എനിക്കതിന്റെ അർത്ഥം മനസ്സിലാവാറില്ല എന്നല്ല, ഇതെന്തിനാ എന്റെ അടുത്ത് പറയുന്നേന്ന് മനസ്സിലാവാറില്ല. വീരാന്ത് അല്ലാണ്ടെന്ത്? ഇതാണോ വീട്? പിന്നെ ഉമ്മ, അതെ, ബീരാനോട് പറയുന്ന പോലെ ഇവിടെ പറയരുതിട്ടാ.
ഈ ഓളെ പെണ്ണ് കാണാൻ പോണോ ഓൾ എന്നെ പെണ്ണ് കാണാൻ പറഞ്ഞ വായങ്ങട്. പ്ലീസ് ഉമ്മ. ഇതാരാണ്? ഹമീദ. ആ ഇരിക്കെ. എന്താണ് ഹമീദ ഈ വഴിക്കൊക്കെ? അല്ല എന്തല്ല? ഞാൻ സൈനബനെ കാണാൻ. അത് ശരി. അപ്പൊ ഇജ്ജെന്റെ മോളെ രണ്ടാമത് പെണ്ണ് കാണാൻ വന്നതാ? അതല്ല, അന്ന് ഞാൻ യത്തീമാണെന്ന് പറഞ്ഞിട്ടല്ലേ നിക്കാഹ് വേണ്ടെന്ന് പറഞ്ഞത്. ആ പക്ഷെ ഞാൻ യത്തീമല്ല. ഇതാണ് എൻ്റെ ഉമ്മ. ഓ അമിതേ ഇതാരത്? ഞാനോളുടെ വാപ്പയാണ്. എന്തേ കുഴപ്പമുണ്ടോ? നിങ്ങളുടെ കുഴപ്പം പറയേണ്ടത് ഞാനല്ലല്ലോ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. വാ വാ, ഇതാണ് സൈനബ. സൈനബ, അനക്കോളെ ഇഷ്ടാണോ? ആ, മോളിക്ക് വന്നേ. സൈനബ അല്ലോ, നീ അകത്തേക്ക് പോ. ഓൻ എന്നെ പെരുത്തിഷ്ടാണ്. അനക്ക് വേണ്ടിയിട്ടാണ് ഓ ഉമ്മാനെ തെരഞ്ഞ് നടന്നത്. അന്നെ അവൻ ജോറായിട്ട് നോക്കിക്കോളും. ഓൻ എനക്ക് ഇഷ്ടാണ്. ഇഷ്ടമാണ്, പെരുത്തിഷ്ടാണ്. ഹാ, ഏതൊരു സ്ത്രീയും വിളിച്ചോണ്ട് വന്നു ഉമ്മയെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കണം അല്ലേ? മൂട്ടുകാർ തല്ലൊടിക്കും ഞാൻ. ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഇതൊക്കെ ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ മണ്ണിനടി പൊക്കോളും. അത് കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ അന്നെ നോക്കേണ്ടത് എൻ്റെ കെട്ടിയോനാ. അത് സ്നേഹമില്ലാത്തവനാണെങ്കിൽ ജീവിതം കച്ചറയായി പോവും. അതുകൊണ്ട് മോള് തീരുമാനിക്ക്. എൻ്റെ മോൻ ഏതായാലും ഒരു എത്തിയുമല്ല. ഓന്റെ തലയും നെഞ്ചും നിറച്ച് എന്നോടുള്ള സ്നേഹേ ഉള്ളൂ. ഇറങ്ങടി മാറുകളെ. ഇനി ഒരു വാക്ക് മുണ്ടിയാ അടിച്ചെന്റെ ഔത്തറച്ച് കിടക്ക് ഞാൻ. പാടാങ്ങട് പോട്ടെ മോളെ.